കെ-സ്റ്റോർ മുഖേനയുള്ള കശുവണ്ടി വികസന കോർപ്പറേഷൻ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. കൊല്ലം തെക്കേവിളയിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ഉൽപ്പന്നങ്ങൾ കെ-സ്റ്റോർ വഴി വിൽക്കുവാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. റേഷൻ ഷോപ്പുകളെ ആശ്രയിക്കുന്ന നാട്ടിൻപുറങ്ങളിലെയും മലയോര മേഖലകളിലെയും ആളുകൾക്ക് ഇത് ഏറെ ഗുണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. വരുന്ന ബഡ്ജറ്റിനു ശേഷം കേരളത്തിലെ മുഴുവൻ റേഷൻ കടകളിലേക്കും കെ-സ്റ്റോർ വ്യാപിപ്പിക്കും. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ കശുവണ്ടി കേരളത്തിലെ മുഴുവൻ ആളുകളിലേക്കും പരിചയപ്പെടുത്തുവാനുള്ള സൗകര്യം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ രംഗത്ത് നിൽക്കുന്നവരെ നിലനിർത്താൻ അവരുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടാൻ കഴിയില്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റ് ആശ്രയിച്ചല്ലേ വിൽപ്പനയിൽ കൂട്ടാൻ പറ്റും. അപ്പോൾ അവർക്കുള്ള വരുമാനത്തിന് പുതിയ വഴികൾ അവരെ ആ മേഖലയിൽ ഉറച്ചു നിർത്താൻ അങ്ങനെ ആ നിലയിലുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം ഈ അവസരം സൂചിപ്പിച്ചുകൊണ്ട് വ്യക്തമായ വർത്തമാനത്തിലേക്ക് കടക്കുന്നില്ല. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ തൊഴിലാളികൾക്ക് ഇതിൻ്റെ പ്രയോജനം നന്നായി ഉണ്ടാകാൻ കഴിയുന്ന തരത്തിലാണ് ആലോചിക്കുന്നത്. ഈ വരുന്ന ബഡ്ജറ്റ് കഴിയുമ്പോൾ കേരളത്തിലെ മുഴുവൻ റേഷൻ കടകളിലേക്കും കെ-സ്റ്റോർ വ്യാപിപ്പിക്കണമെന്നാണ് ഗവൺമെന്റ് കാണുന്നത്. മുഴുവൻ റേഷൻ കടകളിലേക്ക്, സൗകര്യമുള്ള കടകളിലേക്കല്ല. എന്ന് വെച്ചാൽ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ കാഷ്യൂ കേരളത്തിലെ മുഴുവൻ ആളുകളെയും പരിചയപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്കൊരു സൗകര്യം വരാൻ പോവുകയാണ്. കൊല്ലം മേയർ എ.കെ. ഹഫീസ് ഉൽപ്പന്നത്തിന്റെ ആദ്യ വിൽപ്പന നടത്തി. ഇരവിപുരം എം.എൽ.എ. എം. നൌഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ്. ജയമോഹൻ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ആർ. ലതാദേവി, തെക്കേവിള ഡിവിഷൻ കൗൺസിലർ ദീപിക പ്രമോജ്, ജില്ലാ സപ്ലൈ ഓഫീസർ ജി.എസ്. ഗോപകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.